രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീം ജേതാക്കളായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പാകിസ്ഥാനിൽ ഇതിന്റെ പ്രതിഷേധവും വിമർശനങ്ങളുമൊന്നും അവസാനിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ ടീമിനും ICCക്കുമെതിരെ അവർ ഇപ്പോഴും ആഞ്ഞടിക്കുകയാണ്. ഇന്ത്യൻ ടീമിന് വഴിവിട്ട സഹായങ്ങൾ ICC ചെയ്തു കൊടുത്തതായും ഇതിനെല്ലാം കാരണം ICC മേധാവിയായ ജയ്ഷ ആണെന്നുമാണ് അവരുടെ ആരോപണം. ഗ്രൂപ്പ് ഘട്ടം മുതൽ ഫൈനൽ വരെ ടൂർണമെന്റിലെ 5 മത്സരങ്ങളും ഇന്ത്യൻ ടീം ദുബായിലാണ് കളിച്ചത് എന്നും അത് അവരുടെ കിരീട വിജയത്തിൽ നിർണായകമായി മാറിയിട്ടുണ്ട് എന്നുമാണ് പാക് ആരാധകരുടെ വിമർശനം. അതേസമയം ഫൈനലിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് വീഴ്ത്തിയാണ് 3ാം ICC ചാമ്പ്യൻസ് ട്രോഫിയുമായി ഇന്ത്യൻ ടീം റെക്കോർഡിട്ടത്. പാകിസ്ഥാനിലായിരുന്നു ഇത്തവണത്തെ ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ മുഴുവൻ മത്സരങ്ങളും നടക്കാനിരുന്നത്. എന്നാൽ സുരക്ഷാ ഭീഷണി കാരണം ഇന്ത്യൻ ടീമിനെ അവിടേക്ക് അയക്കാൻ BCCI തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളുടെയും വേദിയായി ദുബായെ തെരഞ്ഞെടുത്തത്. ഇന്ത്യ ഫൈനലിൽ എത്തിയാൽ അതും ദുബായിൽ തന്നെ നടത്തുമെന്നും ICC പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്ത്യക്ക് യോഗ്യതയില്ലായെങ്കിൽ പാകിസ്ഥാനിലെ ലാഹോറായിരുന്നു ഫൈനൽ വേദി. പക്ഷെ ഇന്ത്യൻ ടീം ഫൈനലിൽ കടന്നതോടെ ലാഹോറിന് വേദിയും നഷ്ടമായി. ഇതും പാക് ക്രിക്കറ്റ് പ്രേമികളെ പ്രകോപിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സോഷ്യൽ മീഡിയയിൽ അവർ ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചത്. ഇന്ത്യൻ ടീമിന്റെ ചാമ്പ്യൻസ് ട്രോഫി വിജയം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ടൂർണമെന്റിലുടനീളം വഴിവിട്ട സഹായമാണ് ICCയുടെ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. ICCയുടെ തലപ്പത്ത് ജയ്ഷ വന്നതോടെ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്തതായി പാകിസ്ഥാൻ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിനുള്ള പിച്ച് ഇന്ത്യയെ സഹായിക്കുമെന്ന് ICC ഉറപ്പുവരുത്തിയിരുന്നു. ഇത് തീർച്ചയായും ഇന്ത്യയും ICCയും തമ്മിലുള്ള ഒത്തുകളി തന്നെയാണ്. കിരീടം നേടുന്നതിനായി വളരെ മികച്ച തന്ത്രമാണ് ഇന്ത്യൻ ടീം സ്വീകരിച്ചത് എന്നും പാക് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു. ഫൈനൽ വരെ ന്യൂസിലൻഡ് ടീം ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ആകെ സഞ്ചരിച്ചത് 7150 കിലോമീറ്റർ ആണ്. മറുഭാഗത്ത് ഇന്ത്യൻ ടീമിന് യാത്ര ചെയ്യേണ്ടി വന്നതാവട്ടെ 0 കിലോമീറ്ററുമാണ്. ഇന്ത്യയെ സഹായിക്കാൻ BCCI നേരത്തെ തന്നെ തയ്യാറാക്കിയ പ്ലാനാണിത്. തുടർച്ചയായ യാത്രകൾ ഫൈനലിൽ ന്യൂസിലൻഡ് ടീമിനെ തളർത്തിയപ്പോൾ ഇന്ത്യക്ക് അത്തരം വെല്ലുവിളികളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. എല്ലാം ICC ചെയർമാൻ ജയ്ഷയുടെ പ്ലാനിംഗ് ആണെന്നും പാകിസ്ഥാൻ ആരാധകർ വിമർശിക്കുന്നു. ഇത്രയും വൃത്തികെട്ട ICC കിരീട വിജയം മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. ചാമ്പ്യൻസ് ട്രോഫി വിജയം ആഘോഷിക്കാൻ ഇന്ത്യൻ ടീമിന് നാണമില്ലേ? ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുക്കാൻ ICC നേരത്തെ തയ്യാറാക്കിയ പ്ലാനാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. മറ്റൊരു ടീമും ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി നേട്ടത്തെ അംഗീകരിക്കുന്നില്ല എന്നും പാക് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ ടീം വൻ ചതിയിലൂടെയാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയത്. ഇതിന് ICCയുടെ വഴിവിട്ട സഹായവും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. മുഴുവൻ കളികളും ഒരേ വേദിയിൽ കളിച്ചതിന്റെ ആനുകൂല്യം അവർക്ക് ലഭിച്ചതായും പാക് ആരാധകർ വിമർശിക്കുന്നു.